സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളതുമായ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോക് നായക് എന്ന് അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായൺ. ദേശ് നായക് എന്നറിയപ്പെടുന്നതോ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ലോക് നായക് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ്. ദേശ് നായക് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതോ സ്വാമി വിവേകാനന്ദനാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി വിക്ടോറിയ മഹാറാണി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വിക്ടോറിയ മഹാറാണിയാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ മഹാറാണിയും സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുമാണ്. അടുത്ത ചോദ്യം, വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡുവാണ്. വേദസമാജം സ്ഥാപിച്ചത് ആരാണ്? ശ്രീധരലു നായിഡു. ദേവസമാജം സ്ഥാപിച്ചതോ ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ആദ്യത്തേത് വേദസമാജമാണ്, രണ്ടാമത്തേത് ദേവസമാജമാണ്. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി. അടുത്ത ചോദ്യം, ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി. ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാമാണ്. ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി. ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. വന്ദേ മാതരം രചിച്ചത് ആരാണ്? വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ്? അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആരുടേതാണ്? അരവിന്ദ ഘോഷാണ്. ഇനി വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധമാണ്. 1757 പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് ബാക്സാർ യുദ്ധമാണ്. 1764. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബാക്സാർ യുദ്ധം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാലാണ്. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ കലാപത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ കലാപത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ. അടുത്ത ചോദ്യം, സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ആദ്യത്തേത് സെർവൻസ് ഓഫ് ഇന്ത്യയാണ്, രണ്ടാമത്തേത് സെർവൻസ് ഓഫ് ഗോഡ് ആണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയും സെർവൻസ് ഓഫ് ഗോഡ്
ആരാണ് സ്ഥാപിച്ചത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ചന്ദ്രന്റെ പാലായന പ്രവേഗം 2.4 km/s ആണ്. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. ചന്ദ്രന്റെ പാലായന പ്രവേഗം 2.4 km/s. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതോ ടെസി തോമസ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. പക്ഷി പാതാളം എവിടെയാണ്? വയനാടാണ്. പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനാണ്. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. പുലയൻ മത്തായി എന്ന് അറിയപ്പെട്ടത് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ടത് സഹോദരൻ അയ്യപ്പനും പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ടത് കുമാര ഗുരുദേവനുമാണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ജിന്തഗഡയാണ്. ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡയാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ജിന്തഗഡ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻ പിള്ളയാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? പന്തളം KP രാമൻ പിള്ള. ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മയാണ്. ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഏതാണ്? ഫിനോൾ. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? പെനിസിലിൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് പെനിസിലിൻ. നളചരിതം ആട്ടക്കഥ ആരുടെ രചനയാണ്? നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരുടെ രചനയാണ് നളചരിതം ആട്ടക്കഥ. നളചരിതം തുള്ളൽ ആരുടെ രചനയാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് നളചരിതം തുള്ളൽ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. നാരങ്ങയിലുള്ള അമ്ലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. അപ്പൊ നാരങ്ങയിലുള്ള ആസിഡ് ഏത് എന്ന് ചോദിച്ചാൽ സിട്രിക് ആസിഡ് ആണ്. അപ്പൊ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബംഗളൂരു ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? ചെന്നൈ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ എവിടെയാണ്? ബംഗളൂരു. നാഷണൽ ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ്. ഗുജറാത്തിലെ ആനന്ദാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഹരിയാനയിലെ കർണാലിലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹരിയാനയിലെ കർണാലിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഗുജറാത്തിലെ ആനന്ദും നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലുമാണ്. ന്യൂമറോളജി എന്താണ്? സംഖ്യകളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമറോളജി. സംഖ്യകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ന്യൂമറോളജി. ന്യൂറോളജിയോ നാഡീവ്യൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. ന്യൂമറോളജി സംഖ്യകളെ കുറിച്ചുള്ള പഠനം, ന്യൂറോളജി നാഡീവ്യൂഹത്തെ കുറിച്ചുള്ള പഠനം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്.
പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിനാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്, പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി, പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. അടുത്ത ചോദ്യം, ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത് ബാബ ആംടെയാണ്. ആധുനിക ഗാന്ധി ആരാണ്? ബാബ ആംടെ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഒന്നും കൂടി നോക്കാം. ആധുനിക ഗാന്ധി ആരാണ്? ബാബ ആംടെ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേക നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്